ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് മച്ചാമാരെ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് എല്ലാവർക്കും മൊത്തത്തിൽ ഒരു ചെറിയ സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ജസ്റ്റ് കമന്റ് ചെയ്യാൻ മച്ചാമാരെ. ഓൾറെഡി നമ്മുടെ ടെസ്റ്റൊക്കെ പോലെ തന്നെ എന്താ പറയുക, നമ്മളെ കുറച്ച് കാര്യങ്ങൾ അവർ ഇട്ട് തന്നിട്ടുണ്ട്. കൂടുതൽ പറയുകയാണെങ്കിൽ എന്താ പറയുക, നമ്മുടെ കോയിനൊക്കെ പൊട്ടിക്കാനുള്ള ഒരു അടവെന്നൊക്കെ പറയാം. പക്ഷേ എന്നാലും അങ്ങനെയല്ല, നമ്മൾ ഓൾറെഡി നൊസ്റ്റാൾജി ആയിട്ടുള്ള ഒരു കാർഡിൻ്റെ ഫ്രീ ട്രൈ ട്രിക്കാണ് മച്ചാമാരെ ഞാൻ ഇതിടുന്നത്. അപ്പോൾ മച്ചാമാരെ നിങ്ങൾ എന്തായാലും ആരും ഒരു 100 കോയിനൊക്കെ മാത്രം ഇട്ടാൽ മതി. അതിൽ കൂടുതൽ ഒന്നും ഇടണ്ട. കാരണം ഞാൻ എൻ്റെ ഓൾറെഡി ഈ ഒരു അക്കൗണ്ടിൽ 300 കോയിനും ഉള്ളൂ. അപ്പോൾ ഈ ഒരു അക്കൗണ്ടിൽ ഇട്ട് നോക്കി തൊട്ടടുത്തിട്ടുള്ളത് നമ്മുടെ ബാർസലോണ പ്ലെയർ LB ആണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ മച്ചാമാരെ നിങ്ങൾ ജസ്റ്റ് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഗൈസ്, ഞാനിവിടെ ഒരു നമ്മുടെ വീഡിയോനെ കാണിക്കാൻ അറ്റത്ത് നിങ്ങൾ എല്ലാവരും മെയിൻലി എന്താ പറയുക, ആ ഒരു വീഡിയോയിൽ നാളെയാണ് നമ്മുടെ കോയിൻ ഗീവ് അവേ. അപ്പോൾ നിങ്ങൾ എന്തായാലും എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. 2 പേർക്കാണ്, 2 സബ്സ്ക്രൈബേഴ്സിനാണ് എടുത്ത് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ട്രിക്ക് വീഡിയോ ഇട്ട് കിടക്കാൻ മച്ചാമാരെ. ഗൈസ്, ഇപ്പോൾ ആദ്യം ഓൾറെഡി പറയുകയാണെങ്കിൽ ഇന്നത്തെ നമ്മുടെ മെയിൻ്റെനൻസ് എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാമെന്ന് കമൻറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഓൾറെഡി എന്താ വെച്ചാൽ നമ്മുടെ നൊസ്റ്റാൾജി എപ്പിക്കാണ് 13 ദിവസം ഇനിയും വെയിറ്റിംഗ് ആയിട്ട് ലാസ്റ്റ് നിർത്തിയിട്ടാണ്. ഞാൻ ഒരെണ്ണത്തിൽ തുറന്നിട്ടില്ല. ഫസ്റ്റ് തന്നെ വെച്ചാൽ നമ്മൾ നമ്മുടെ പിക്വൻ എടുക്കണം. ഞാൻ ഇത് നമ്മുടെ സെക്കൻഡ് അക്കൗണ്ടിലാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടിയവരുണ്ട് ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പിക്വക്ക് ഓൾറെഡി ഡബിൾ ടച്ച് ഉണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചവർ ഓൾറെഡി കമൻറ്റ് ചെയ്യാം. പിന്നെ ഞാൻ ഇതിൽ തന്നെ നമ്മുടെ വരാൻ പോണ മൺഡേ പാക്കിനെ പറ്റിയൊക്കെ പറയാം. പിന്നെ ജേഴ്സിയൊക്കെ എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളാരും എടുത്തവരുണ്ട് ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ മച്ചാമ്മരെ. അതിന് ശേഷം നമ്മുടെ ഇവിടെ CMF ഒരു പ്ലെയർ ഉണ്ട്. CMF പ്ലെയറിനെ നിങ്ങൾ ഇതേപോലെ തന്നെ എടുക്കാം മച്ചാമ്മരെ. ആരും നിങ്ങൾ സ്കിപ്പ് ചെയ്ത ശേഷം ചെയ്യരുത്. കാരണം സ്റ്റെപ്പ് മാറിപ്പോയി കഴിഞ്ഞാൽ കിട്ടാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കി. ഇത് ഓൾറെഡി എൻ്റെ അക്കൗണ്ടിൽ എടുത്തായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഗൈസ്. അപ്പോൾ അതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ ബാഗിയോയിൽ എടുക്കുന്നു ഗൈസ്. അപ്പം ഇത് കിട്ടിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കഴിഞ്ഞ ദിവസം എനിക്ക് 2 ദിവസം ഇതേപോലെ തന്നെ കിട്ടി. അപ്പോൾ അതുകൊണ്ടാണ് ഓൾറെഡി നമ്മൾ ആൻഡ്രിയാനോനെ എടുക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഓൾറെഡി ഗോൾ പോസ്റ്റിലാണ്. അത്യാവശ്യം നല്ലൊരു കാർഡിന് കേട്ടോ മച്ചാമാർ. എന്തായാലും ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു കൊനാമി കുറച്ചൊക്കെ കോയിൻ്റെ കാര്യങ്ങൾ പിന്നെ നിങ്ങൾക്ക് അറിയാം, ഓൾറെഡി ഇപ്പം കുറച്ച് കോയിനൊക്കെ ഇട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ ജൂലൈ 10-നാണ് നമ്മുടെ ഈ ഒരു റൊണാൾഡിനിൻ്റെ ഒക്കെ ആ ഒരു പാക്കൊക്കെ വരുന്നത്. അപ്പോൾ എന്തായാലും ഒരു കിടിലൻ മെയിൻ്റെനൻസ് തന്നെയാണ് മച്ചാമാർ. ഇപ്രാവശ്യം വന്നതിൽ ഹാപ്പി ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ നമ്മുടെ മാക്കലിസ്റ്ററിനെ എടുത്തു ഗൈസ്. ഓൾറെഡി ഞാനിത് പറയുന്നതിനോടൊപ്പം കുറച്ച് കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട്. പിന്നെ മച്ചാമാരെ ഓൾറെഡി നിങ്ങൾക്കറിയാം, നമ്മൾ പുതിയതായിട്ടൊരു ടോക്കിയോയിൽ ഇതുപോലെ ചെയ്യണം കേട്ടോ മച്ചാമാരെ. കൂടുതൽ കിട്ടാൻ വേണ്ടി നിങ്ങൾ ഇതേപടി ചെയ്യണം. എന്നാൽ മാത്രം നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലുള്ളൂ. അപ്പോൾ മച്ചാമാരെ ഓൾറെഡി നമ്മുടെ അത് നിങ്ങൾ വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. നമ്മൾ ചാൻസ് സ്റ്റീൽ, അതായത് മെസ്സി കാർഡോ ഫ്രീ കാർഡ് നെയ്മറോ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതായത് അനാവശ്യമുള്ളവർ ചെയ്യേണ്ട കാര്യമില്ല ഗൈസ്. ഞാൻ ഓൾറെഡി ശ്രദ്ധിച്ചപ്പോഴാണ് നോക്കിയത്. വെബ്സൈറ്റിൽ കൊനാമിൻ്റെ വെബ്സൈറ്റിൽ നോക്കുമ്പോൾ രജിസ്റ്റർ എന്ന് പറഞ്ഞൊരു പുതിയ ഓപ്ഷൻ കിടക്കുന്നുണ്ട്. ആ ഇതിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ടുള്ളൊരു ചാൻസ് സ്റ്റീൽ രജിസ്റ്റർ ചെയ്യുന്ന ആൾക്കാരൊക്കെ കിട്ടും. ഉറപ്പായിട്ട് നിങ്ങൾ എന്താ പറയുക, നോക്കിയിട്ട് മാത്രം ചെയ്താൽ മതി. അല്ലെങ്കിൽ ചെയ്തില്ലേ കുഴപ്പമൊന്നുമില്ല. ചാൻസ് സ്റ്റീലാണ് മച്ചാമാരെ, ചിലപ്പോഴേ കിട്ടുള്ളൂ. അപ്പം നോക്കിയിട്ട് മാത്രം നിങ്ങൾ ചെയ്യുക. നോക്കിയിട്ട് ചെയ്താൽ മതി. അതിനെ പറ്റിയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. ഞാൻ ഇന്നത് ഇതിൽ ഉൾപ്പെടുത്തി മൊത്തത്തിൽ ഇതാക്കുന്നില്ല ഗൈസ്. അപ്പോൾ അതിന് ശേഷം നമ്മുടെ ഡൊമിനിക്കിന് എടുക്കുന്നു മച്ചാമാരെ. ഓൾറെഡി ഇന്ന് നമ്മളങ്ങനെ നമ്മുടെ രാവിലെ മെയിൻ്റെനൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അടിപൊളിയായിരുന്നു. ഇപ്രാവശ്യം നമ്മൾ പ്രതീക്ഷിക്കാണ്ടാണ് ഒരു 12-20 ആയപ്പോഴത്തേനും കൊനാമി തുറന്നു തന്നു. ഇതൊട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. കാരണം ഓൾറെഡി അഡ്രിയാനോ പാക്ക് ആയാലും പിക്വേ പാക്കും ബാഗി പാക്കും നമ്മുടെ ഡാറ്റാബേസിൽ കിടപ്പുണ്ടായിരുന്നു. പക്ഷേ ആരും ഇത് പ്രതീക്ഷിച്ചില്ല. നമ്മുടെ ആ ഒരു പണ്ടത്തെ എന്തായാലും മച്ചാമാർ ഇപ്പോൾ കുറച്ച് കൊനാമിൻ്റെ ഒരു ഇത് ഓടുന്നുണ്ട്. അപ്പോൾ മച്ചാമാർ ഓൾറെഡി നമ്മൾ ഫ്രീ ട്രൈ കൊടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു ഇങ്ങനെ കണ്ടപ്പോൾ എന്തെങ്കിലും അടിക്കുമെന്ന് വിചാരിച്ച, പക്ഷെ മച്ചാമാർ ഇത് ഞെട്ടിച്ച് കളഞ്ഞു. ഉള്ളിൽ ഗൈസ് ഓൾറെഡി പച്ച കത്തി. അത് ഒരൊറ്റ പ്ലെയറിൻ്റെ തൊട്ടടുത്തുള്ള പ്ലെയറിനാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ എന്തായാലും മച്ചാമാർ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എനിക്ക് കിട്ടിയത് നമ്മുടെ ബാൾഡേനെയാണ് ഈ ഒരു അക്കൗണ്ടിൽ. അപ്പോൾ നമ്മുടെ റിയൽ സെഞ്ചു സെക്കൻഡ് എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം, അവിടെ ഓൾറെഡി ഈ ഒരു കാർഡ് കിടപ്പുണ്ട്. അപ്പോൾ എന്താ പറയുക മച്ചാമാർ, ഓൾറെഡി അതും 5 സ്റ്റാർ ആയിട്ടുള്ള ഹൈലൈറ്റ് ഫസ്റ്റ് ട്രൈ ഗൈസ്. എന്തായാലും ഞാൻ ഇനിയിപ്പോൾ കറക്കുന്നില്ല, കാരണം നമുക്ക് പിന്നെ നോക്കാം എന്തായാലും ഗൈസ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കിട്ടിയവരൊക്കെ കമൻറ്റ് ചെയ്യുക. എന്തായാലും നിങ്ങൾ ഇങ്ങനെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ മച്ചാമാരെ. പിന്നെ ഓൾറെഡി നമ്മുടെ തൊട്ടടുത്തുള്ള ഗൈസ് ആ ഒരു പിക്വേനെ കിട്ടിയാലും മതിയായിരുന്നു. പിന്നെ ഗൈസ് ഓൾറെഡി നമ്മൾ എന്താ പറയുക, കുറച്ച് പ്ലേയേഴ്സും കൂടെ നമ്മുടെ ഷോർട്ട് ടൈം ആയിട്ട് ഡാറ്റാബേസിൽ വന്നിട്ടുണ്ട്, ആഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മച്ചാമാരെ പോഡ്വേക്ക് ഉണ്ട്. അപ്പോൾ നിങ്ങൾ പോഡ്വേയിൽ മെസ്സിയാണോ ആരും എടുത്ത ജസ്റ്റൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ് ഞാൻ വേറെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഓൾറെഡി നമ്മുടെ ഇതാണ് നമ്മുടെ 3 പ്ലേയേഴ്സാണ് ഇപ്പോൾ ഓൾറെഡി വന്നിട്ടുള്ളത്. ബെക്കാം, റൊണാൾഡിനിയും മറഡോണ. ബാക്കി ഇത്രയും പ്ലേയേഴ്സിൻ്റെ കുറച്ച് കാർഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ യമാനൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും മച്ചാമാരെ ഒരു കിടിലനായിട്ടുള്ള നമ്മുടെ ബിഗ് ടൈം കാർഡ് ഓൾറെഡി ലോഡിങ് ആകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള മച്ചാമാരെ. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോസ് ആയിട്ടും പിന്നെ ലൈവിലായിട്ടും കാണുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും മാക്സിമം കോയിൻ ഗീവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.